നാം ഇന്ന് ആദ്യത്തെ കബാലിയെക്കുറിച്ച് മനസ്സിലാക്കാൻ പോവുകയാണ്. അത് മറ്റാരുമല്ല, ആദത്തിന്റെ മകനായ സേത്ത്, ദൈവിക മാന്ത്രിക വിദ്യയുടെ പിതാവ്. സൽമന്ത്രവാദം, ദുർമന്ത്രവാദമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. സൽമന്ത്രവാദം എന്നാൽ സതുദ്ദേശത്തോടെ ആത്മീയവും ഭൗമികവുമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് ചെയ്യുന്ന മാന്ത്രിക വിദ്യകൾ. ദുർമന്ത്രവാദം എന്നാൽ അന്ധകാര ശക്തികളെ സ്വാധീനിച്ച് ആത്മീയവും ഭൗമികവുമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് ചെയ്യുന്ന മാന്ത്രിക വിദ്യകൾ. എന്നാൽ സേത്ത് ദൈവിക മാന്ത്രിക വിദ്യയുടെ പിതാവാണ്. ദൈവവുമായി ബന്ധം സ്ഥാപിക്കാനുള്ള വിദ്യ അറിയുന്നവൻ. ആദത്തിന്റെ മൂന്നാമത്തെ പുത്രനാണ് സേത്ത്. കായേൻ ആബേലിനെ വധിച്ച ശേഷം ജനിച്ച പുത്രനാണ് സേത്ത്. ആബേലിന്റെ മരണത്തോടെ കായേൻ അവർ വസിച്ചിരുന്ന ദേശം വിട്ട് നേരു ദേശത്തേക്ക് മാറി താമസിച്ചു. അവൻ തൻ്റെ അമ്മയായ ഹൗവായുടെ ദുഃഖം കാണാൻ കഴിയാതെ ആ ദേശം വിട്ട് ദൂരേക്ക് പോയി. ആബേലിന്റെ മരണം തകർത്തിരുന്ന ആദത്തിനും ഹൗവായ്ക്കും സേത്തിന്റെ ജനനം ആശ്വാസമായിരുന്നു. ആബേലിനു പകരം ദൈവം തനിക്ക് തന്ന പുത്രനാണ് സേത്തെന്ന് അവൾ വിശ്വസിച്ചു. ആദത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സേത്ത് ജനിച്ചത്. ആദം ജനിച്ചത് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും. അങ്ങനെ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സേത്ത് ജനിച്ചു. ആദത്തിന്റെയും ഹൗവായുടെയും മൂത്തപുത്രനായ കായേൻ ജനിച്ചത് ആദവും ഹൗവായും ഏദൻ തോട്ടത്തിൽ സർപ്പത്തിന്റെ വാക്ക് കേട്ട് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചതിന്റെ ഫലമായി പർദീസ നഷ്ടപ്പെട്ട് ഭൂമിയിൽ ആയിരിക്കുമ്പോഴാണ്. ഭൂമിയിലേക്ക് നിപതിച്ച ആദവും ഹൗവായും പാപഭാരത്താൽ നിറഞ്ഞു നിൽക്കുന്ന ആ സമയത്ത് കായേൻ ജനിച്ചു. ആദത്തിന്റെയും ഹൗവായുടെയും ഏറ്റവും ക്ലേശപൂർണമായ സമയത്ത് ജനിച്ചവനാണ് അവൻ. അനീതിയുടെ മനുഷ്യനും മരണദൂതനായി മാറുകയും ചെയ്തത് സ്വാഭാവികം മാത്രം. സേത്ത് സൗമ്യനും ശാന്തനുമായ മനുഷ്യനായിരുന്നു. ആദത്തിന് 130 വയസ്സുള്ളപ്പോൾ സേത്ത് ജനിച്ചത്. സേത്തിന്റെ ജനനശേഷം 800 വർഷം ആദം ജീവിച്ചു. ആദത്തിന് മറ്റു പുത്രന്മാരും പുത്രിമാരും ജനിച്ചു. നോഹയുടെ ജനനത്തിന് 14 വർഷം മുൻപാണ് ആദം മരിച്ചത്. യഹൂദ പുരാണങ്ങളിൽ സേത്തിനെയും ഹൗവായെയും കുറിച്ച് ഒരു കഥയുണ്ട്. ആദവും ഹൗവായും ഏദൻ തോട്ടത്തിലെ തങ്ങളുടെ ജീവിതത്തെ പറ്റി സേത്തിനോട് പറഞ്ഞു കൊടുത്തിരുന്നു. പലയാവർത്തി ഏദൻ തോട്ടത്തെയും ജീവന്റെ വൃക്ഷത്തെയും കുറിച്ച് അറിഞ്ഞ സേത്ത് ജീവവൃക്ഷത്തിന്റെ എണ്ണ പാനം ചെയ്യുവാൻ ആഗ്രഹിച്ചു. അവന്റെ ആഗ്രഹം മനസ്സിലാക്കിയ ഹൗവ ആദമറിയാതെ കാരുണ്യവൃക്ഷത്തിന്റെ എണ്ണ യാചിക്കുവാൻ തീരുമാനിച്ചു. ഹൗവായും സേത്തും പൂന്തോട്ടത്തിന്റെ വാതിലുകളിലേക്ക് യാത്രയായി. വഴിയിൽ വെച്ച് ഒരു വന്യമൃഗം സേത്തിനെ ആക്രമിക്കുകയും കടിക്കുകയും ചെയ്തു. എന്നാൽ സേത്ത് ദൂരെ പോകാൻ കൽപ്പിച്ചപ്പോൾ ആ മൃഗം പിന്തിരിഞ്ഞുപോയി. ഏദൻ തോട്ടത്തിന്റെ കവാടത്തിലെത്തി അവർ മാലാഹമാരോട് എണ്ണ യാചിച്ചു. എന്നാൽ മിഖായേൽ മാലാഹ വിസമ്മതിച്ചു. കാലത്തിന്റെ പൂർണ്ണതയിൽ ജീവവൃക്ഷത്തിന്റെ എണ്ണ നൽകപ്പെടുമെന്ന വാഗ്ദാനം അവർക്ക് നൽകി. എല്ലാ ജഡവും ഉയർത്തെഴുന്നേൽക്കുമെന്നും സ്വർഗത്തിന്റെ ആനന്ദം വിശുദ്ധരായ ആളുകൾക്ക് നൽകപ്പെടുമെന്നും ദൈവം അവരുടെ മധ്യേ ഉണ്ടായിരിക്കുമെന്നും മിഖായേൽ അവരെ അറിയിച്ചു. അവർ തിരിച്ചു വന്നപ്പോൾ ഹൗവായുടെ ഈ പ്രവൃത്തിയിൽ കോപിച്ച് ആദം അവളോട് കയർത്തു. അവൻ പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നീ ഞങ്ങളുടെ മേൽ വലിയ ക്രോധം കൊണ്ടുവന്നു, മരണമാകുന്ന ക്രോധം. ഹൗവായുടെ വിവേകമില്ലായ്മയിൽ ആബേലിനെ പോലെ സേത്തിനും എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന് അവൻ ഭയപ്പെട്ടിരുന്നു. താൻ അറിയാതെ അവൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും അവൻ ആകുലനായി. ഏദനിൽ സംഭവിച്ചതുപോലെ മറ്റു ദുരന്തങ്ങൾ അവൾ മുഖാന്തിരം സംഭവിക്കുമോ എന്ന് അവൻ ഭയപ്പെട്ടു. ആദത്തിന്റെ മരണശേഷം അവന്റെ ശവസംസ്കാരത്തെക്കുറിച്ച്
ഒരു പാരമ്പര്യമുണ്ട്. അത് ഇങ്ങനെയാണ്: അവന്റെ ഭൗതിക ശരീരം ഒരു ദിവ്യരഥത്തിൽ മാലാഹമാർ ഏദൻ തോട്ടത്തിലേക്ക് കൊണ്ടുപോകുകയും അവിടെ നിക്ഷേപിക്കുകയും ചെയ്തു. അതിന് സാക്ഷിയാകുവാൻ അവന്റെ മക്കളിൽ സേത്തിനെ മാത്രമേ മാലാഹമാർ അനുവദിച്ചുള്ളൂ. നോഹിന്റെ പൂർവ്വപിതാവാണ് സേത്ത്. മഹാപ്രളയത്തിനു ശേഷം നോഹും നോഹിന്റെ പുത്രന്മാരും മാത്രമേ ഭൂമിയിൽ അവശേഷിച്ചുള്ളൂ. ആദത്തിന്റെ മക്കളിൽ മഹാപ്രളയത്തിനു ശേഷം സേത്തിന്റെ തലമുറ മാത്രമേ ഭൂമിയിൽ നിലനിന്നുള്ളൂ. ആദത്തിന്റെ പ്രിയപുത്രനായിരുന്നു സേത്ത്, അവന്റെ മനസ്സിനിണങ്ങിയ പുത്രൻ. ഒരു മനുഷ്യന് അറിയാൻ കഴിയുന്ന അറിവുകളുടെയും സ്വർഗീയ രഹസ്യങ്ങളുടെയും പൂർണ്ണതയായിരുന്നു ആദം. മാലാഹമാർക്ക് തുല്യൻ. അവൻ തന്റെ മകനായ സേത്തിന് എല്ലാ സ്വർഗീയ രഹസ്യങ്ങളും അറിവുകളും പകർന്നുകൊടുത്തു. സേത്ത് ഒരു ആത്മീയ മനുഷ്യനായിരുന്നു. സ്വർഗീയ രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലുകൾ അവന് ലഭിച്ചിരുന്നു. യഹൂദ താർമൂദുകളിൽ ആദം സേത്തിന് കബാലിയായി മാറുന്ന വിദ്യകൾ അഭ്യസിപ്പിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു. അതായത് ആത്മീയ മേഖലകളുടെ ഉന്നതിയിൽ പ്രവേശിക്കുന്ന വിദ്യ. എന്നാൽ ആധുനിക യുഗത്തിൽ കബാലി വിദ്യ മാന്ത്രിക താന്ത്രിക വിദ്യയായി അറിയപ്പെടുന്നു. കാരണം മാന്ത്രിക താന്ത്രിക വിദ്യയിലൂടെ കബാലി ആകാമെന്ന ധാരണ അങ്ങനെയുള്ളവരുടെ ഇടയിൽ നിലനിൽക്കുന്നു. കബാലി താന്ത്രിക വിദ്യ പരിശീലിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നവർ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. ആദം കായനെ പഠിപ്പിച്ച കബാലി വിദ്യ ഭൂമിയിൽ ഇന്ന് ആർക്കും അറിയില്ലെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. ഈ ആധുനിക യുഗത്തിൽ കബാലി വിദ്യയുടെ പേരിൽ പ്രചരിക്കുന്നത് ദുർമന്ത്രവാദവും മറ്റു മാന്ത്രിക വിദ്യകളുമാണ്. സേത്തിന് 2 ആൺമക്കളും ധാരാളം ഭാര്യമാരും ഉണ്ടായിരുന്നുവെന്ന് യഹൂദ പാരമ്പര്യങ്ങളിൽ പറയുന്നു. എന്നാൽ ബൈബിൾ പരാമർശത്തിൽ സേത്തിന് പുത്രന്മാരും പുത്രികളും ജനിച്ചുവെന്ന് കാണാം. സേത്തിന്റെ വംശാവലിയിൽ അവന്റെ പുത്രനായി ഏനോഷിനെ കാണുന്നു. ഏനോഷിന്റെ വംശാവലിയിലാണ് നോഹ ജനിച്ചത്. സേത്തിന്റെ ജീവിതകാലം 912 വർഷമായിരുന്നു. സേത്ത് സൽഗുണ സമ്പന്നനും മികച്ച സ്വഭാവമുള്ളവനുമായിരുന്നു. സേത്തിന്റെ പിൻഗാമികൾ സ്വർഗീയ ശരീരങ്ങളുടെ ജ്ഞാനം കണ്ടുപിടിച്ചുവെന്നും സേത്തിന്റെ പുത്രന്മാരുടെ തൂണുകൾ എന്ന പേരിൽ 2 സ്തംഭങ്ങൾ സ്ഥാപിച്ചുവെന്നും പറയപ്പെടുന്നു. കൂടാതെ അവർ ജ്യോതിശാസ്ത്രം, മറ്റ് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ എന്നിവ കണ്ടെത്തുകയും അവ സംരക്ഷിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. തങ്ങളുടെ ഈ അറിവ് സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ കുന്നുകൾ സ്ഥാപിച്ചു. ഈ അറിവുകൾ ആലേഖനം ചെയ്ത് അതിനുള്ളിൽ സൂക്ഷിച്ചു. ഒരിക്കൽ ലോകം ആഗോള പ്രളയത്തിലും മറ്റൊരിക്കൽ തീയിലും നശിപ്പിക്കപ്പെടുമെന്ന ആദത്തിന്റെ പ്രവചനം നിവൃത്തിയാകുമെന്ന് അവർക്കറിയാമായിരുന്നു. ജലത്താലും അഗ്നിയാലും അവ നശിക്കാതിരിക്കുവാൻ അവർ ഇങ്ങനെ ചെയ്തത്. അവർ സ്ഥാപിച്ച കുന്നിന് അടയാളമായി അവർ തൂണുകൾ സ്ഥാപിച്ചു. ഈ തൂണിനെയാണ് സേത്തിന്റെ പുത്രന്മാരുടെ തൂണുകൾ എന്നറിയപ്പെടുന്നത്. തൂണുകളിൽ ഒന്നവർ ഇഷ്ടിക കൊണ്ടും മറ്റൊന്ന് കല്ലുകൊണ്ടും അവർ നിർമ്മിച്ചു. ഏതെങ്കിലും വിധത്തിൽ ഇഷ്ടിക സ്തംഭം നശിച്ചാൽ കൽസ്തംഭം നിലനിൽക്കണം. അതിനുവേണ്ടിയാണ് അവർ 2 സ്തംഭങ്ങൾ നിർമ്മിച്ചത്. ചില പുരാവസ്തു ഗവേഷകർ ഈ സ്തംഭങ്ങൾ കണ്ടെത്തിയതായി അവകാശപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനമായി ഇഷ്ടികത്തൂൺ. ജോസഫസ് എന്ന യഹൂദ പണ്ഡിതൻ സിറിയാദ് ദേശത്ത്, അതായത് ഇന്നത്തെ സിറിയയിൽ, ഈ കൽത്തൂണുകൾ നിലനിന്നിരുന്നുവെന്ന് അവകാശപ്പെടുന്നു. എന്നാൽ ആധുനിക പരിവേഷകർ പറയുന്നത് ജലപ്രളയത്തെ ഈ സ്തംഭങ്ങൾ അതിജീവിച്ചാലും പ്രളയത്തിലൂടെ അടിഞ്ഞുകൂടിയ ചെളിയും മണലും അവയെ മൂടിക്കളഞ്ഞിരിക്കാമെന്നാണ്. ജോസഫസ് കണ്ടെത്തിയ സ്തംഭം ഈജിപ്തിലെ രാജാവായ സെസോഡ്രിസിൻ്റെതായിരിക്കാമെന്നാണ് അവർ അനുമാനിക്കുന്നത്. അലക്സാണ്ട്രിയൻ ചർച്ച് കാനൂനികമായി അംഗീകരിച്ചിരിക്കുന്ന ജൂബിലികളുടെ പുസ്തകത്തിൽ സേത്ത് തന്നേക്കാൾ 4 വയസ്സിന്
ഇളയതായ സഹോദരിയായ അസൂറായെ വിവാഹം കഴിച്ചുവെന്നും അസൂറ ഏനോഷിന് ജന്മം നൽകിയെന്നും കാണുന്നു. അർമേനിയൻ അപ്പോസ്തോലിക സഭ വിശുദ്ധരുടെ കലണ്ടറിൽ വിശുദ്ധ പൂർവപിതാക്കന്മാരിൽ ഒരാളായി സേത്തിനെ അനുസ്മരിക്കുന്നു. ആദത്തെയും ആബേലിനെയും അവർ വിശുദ്ധരായി പരിഗണിക്കുകയും ജൂലൈ 26 തീയതി അവരുടെ പെരുന്നാളായി ആഘോഷിക്കുകയും ചെയ്യുന്നു. ഇസ്ലാം മതഗ്രന്ഥമായ ഖുറാനിലും സേത്തിനെ പരാമർശിക്കുന്നു. ആദത്തിൻ്റെയും ഹൗവയുടെയും മൂന്നാമത്തെ പുത്രനായും നീതിമാനായ മനുഷ്യനായും ആദത്തെ പോലെ ഒരു പ്രവാചകനായും സേത്തിനെ അവർ ബഹുമാനിക്കുന്നു. സേത്ത് വേദഗ്രന്ഥങ്ങൾ സ്വീകരിച്ചുവെന്നും ആദത്തിന്റെ മരണശേഷം തനിക്ക് ലഭിച്ച വേദഗ്രന്ഥങ്ങൾ ആദത്തിന്റെ ശവമടക്കിയ ഗുഹയിൽ നിക്ഷേപിച്ചുവെന്നും ആ ഗുഹയ്ക്ക് നിധികളുടെ ഗുഹ എന്നും അവർ പറയപ്പെടുന്നു. സേത്ത് ജ്ഞാനിയായിരുന്നുവെന്നും സമയങ്ങളെക്കുറിച്ചുള്ള അറിവും പ്രാർത്ഥനയുടെ രഹസ്യങ്ങൾ എന്നിവ അറിയാമായിരുന്നുവെന്നും ഖുറാനിൽ പരാമർശിക്കുന്നു. സേത്തിനെ പ്രവാചകനായി അംഗീകരിക്കുകയും പ്രവാചകന്മാരിൽ പ്രമുഖ സ്ഥാനം നൽകുകയും ചെയ്യുന്നു. ഇസ്ലാമിക വിശ്വാസികൾ സേത്തിന്റെ ശവകുടീരമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അനേകം സ്ഥലങ്ങളിൽ പള്ളികൾ സ്ഥാപിക്കുകയും ആരാധന നടത്തുകയും ചെയ്യുന്നു. ലബനനിലെ ബെക്ക താഴ്വരയ്ക്ക് മുകളിലുള്ള പർവ്വതനിരകളിലെ അൽനബി ഷീത്ത്, പലസ്തീൻ റംല ഗ്രാമത്തിന് സമീപമുള്ള ബഷിത്തിന്റെ ഖബർ, അഫ്ഗാനിസ്ഥാനിലെ ബാൽഖ് നഗരത്തിലുള്ള ഖബർ എന്നിവ സേത്തിന്റെ ഖബറാണെന്ന് അവർ അവകാശപ്പെടുന്നു. ഇന്ത്യയിലെ ഉത്തർപ്രദേശിൽ അയോധ്യയിലെ പ്രാദേശിക മുസ്ലിമുകൾ ഹസ്രത്ത് ഷിത്ത് ജിന്നാദി ദർഗയിലെ 12 അടി നീളമുള്ള ഖബർ സേത്തിൻ്റെതാണെന്ന് വിശ്വസിക്കുന്നു. ഇറാഖിൽ 2014 ജൂലൈ 26 ഇസ്ലാമിക് സ്റ്റേറ്റ് സൈന്യം തകർത്ത നബി ഷിയാദ് ദർഗ സേത്തിൻ്റെതാണെന്ന് ഷിയ മുസ്ലിമുകൾ വിശ്വസിക്കുന്നു. ബൈബിൾ പ്രതിപാദ്യം ഇങ്ങനെയാണ്: ഏനോഷിന്റെ ജനനശേഷം സേത്ത് 807 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. സേത്തിന്റെ ജീവിതകാലം 912 വർഷമാണ്. അവനും മരിച്ചു.